പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പുലരിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നന്ദി പറയുവാൻ, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നെന്ന് പറയാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച എല്ലാ ദൈവകൃപകൾക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞ് സകല മാനവും മഹത്വവും നമ്മുടെ സൃഷ്ടിതാവായ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ യേശു കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ധ്യാനത്തിനായി 1 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 9 വായിച്ചു കേൾപ്പിക്കുന്നു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമുക്ക് പരിചിതമായ വാക്യമാണ്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി യേശു കർത്താവിൻ്റെ ഉപദേശം അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവിതവും കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൽ നിന്ന് പഠിച്ച് യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ബാക്കി പത്രം കർത്താവിനെ ഏൽപ്പിക്കുമ്പം ആ യേശു കർത്താവ് ഏൽപ്പിച്ച മിനിസ്ട്രി തുടർന്നുകൊണ്ട് പോകുമ്പം അതിൻ്റെ ആ മിനിസ്ട്രിയുടെ ആഴത്തിനകത്ത്, മിനിസ്ട്രിയുടെ എൻഗേജ്മെന്റിനകത്ത്, മിനിസ്ട്രിയുടെ തലത്തിനകത്ത് അനുഭവത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ സന്ദേശം ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് എഴുതുന്ന, ദൈവസഭയ്ക്ക് എഴുതുന്ന, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കും എഴുതുന്ന, അടുത്ത തലമുറയ്ക്ക് എഴുതുന്ന വാക്യശകലമാണ് ഹൗ ടു പ്രാക്ടീസ്, ഹൗ ടു ലീഡ് അവർ ലൈഫ് ഇൻ ദിസ് വേൾഡ്. നമ്മുടെ ഈ ലോകത്തിലെ സാഹചര്യത്തിന്റെ നടുവില് എങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്യ, ആ അധ്യായത്തിൻ്റെ ഇടയ്ക്ക് അടർത്തിയെടുത്ത ഒരു വാക്യശകലമാണ് വായിച്ചു കേട്ടത്. ദോഷത്തിനു പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെയും നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ, അവരെ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഇത് നമ്മുടെ ദൗത്യമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം യേശു കർത്താവിൽ വിശ്വസിക്കുന്ന, ദൈവമായ കർത്താവിൻ്റെ ആ വചനത്തിനകത്ത് വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അനുവർത്തിക്കേണ്ട ജീവിത യാഥാർത്ഥ്യത്തോട് പോരാടുമ്പോൾ, അത് ലോകത്തിനകത്ത് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൗ ടു വി പ്രാക്ടീസ്, ഹൗ ടു വി റെസ്പോണ്ട് ദ സിറ്റുവേഷൻ, എങ്ങനെ സാഹചര്യത്തോട് പ്രതികരിക്കണം എന്നുള്ളതിനോട് അതേ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന വാക്യമാണ് ഇന്ന് ഹൃദയത്തെ തട്ടി നമ്മുടെ പരമാർത്ഥ മനസ്സിനെ, മനസാക്ഷിയെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്യം. ഇത് പല ചോദ്യങ്ങൾക്ക്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരമായി ജീവിതത്തിനകത്ത് പരിണമിക്കുന്ന ഒരു വാക്യമാണ്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരിക്കാതെയും അനുഗ്രഹിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാകൊണ്ട് അവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പീൻ. ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി വരാം. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ. ഈ വചനം കേൾക്കുമ്പോൾ ലോക സാഹചര്യത്തിൽ, ഈ ലോകത്തിലെ സിറ്റുവേഷനകത്ത് ഒരുപാട് സാധ്യതകൾ നിനക്കെതിരെ ഉണ്ട്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. നിന്നെ ശകാരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യമുള്ളതിനോ കാര്യമില്ലാത്തതിനോ ശകാരിക്കപ്പെടാൻ. ഈ ശകാരിക്കുക എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുക എന്നോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയുക എന്നോ നമ്മുടെ നാടൻ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാലും അതിനപ്പുറത്ത് ഈ ഹൃദയത്തെ കീറി മുറിക്കുന്ന, മുള്ളു കൊള്ളുന്നത് പോലെ ഒരു കല്ലെടുത്ത് പുറമെ എറിയുമ്പോൾ നമ്മുടെ ശരീരം കീറി മുറിച്ച് ചോര വരുന്ന, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുന്നത് പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വേദന
അല്ലെങ്കിൽ ഈ സങ്കടം അത് ഹൃദയത്തിനകത്ത് കല്ല് കൊള്ളുന്നത് പോലെ വാക്കുകൾ കൊണ്ട് കീറി മുറിച്ച് മുറിവ് ഉണക്കാൻ പറ്റാത്ത മുറിവ് പോലെ ആഴത്തിൽ മുറിയപ്പെട്ടിരിക്കുന്ന ശകാരങ്ങൾ നിനക്ക് നേരെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? പകരം നിനക്ക് ശകാരിക്കാൻ ശക്തിയുള്ളപ്പോ, ശകാരിക്കാൻ പറ്റുമ്പോ, പകരം നിനക്ക് വാക്കുകൾ കൊണ്ട് എതിർത്തു നിൽക്കാൻ പറ്റുമ്പോൾ, അവിടെയാണ് പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിരിക്കുന്ന ഈ വചനത്തിന്റെ പ്രസക്തി. ശകാരത്തിന് പകരം ശകാരിക്കാതെ. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണമേ. ശകാരത്തിന് പകരം ശകാരിക്കാതെ. സാഹചര്യങ്ങൾക്കകത്ത് ശകാരിക്കാൻ ഒരുപാട് സാഹചര്യം ഉണ്ടാകും, പക്ഷേ ശകാരത്തിന് പകരം ശകാരിക്കാതെ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ഒരു കാര്യവുമില്ലാതെ നിനക്കെതിരെ ദോഷം നിരൂപിച്ച് നിന്നെ ദോഷപ്പെടുത്തി ദോഷം നിനക്കെതിരെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയാം, നിന്റെ ഒരു കാര്യവുമില്ലാതെ നിന്റെ അതിരു മാന്തുമ്പോൾ, നിനക്ക് അവകാശപ്പെട്ട ഭൂമി നിന്റെ അല്ലെന്ന് പറഞ്ഞ് തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, നിനക്ക് അവകാശപ്പെട്ടു എന്ന് നീ പറയുന്ന, നിനക്ക് അവകാശം സിദ്ധിച്ചത് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, നീ അറിയാത്ത, നീ ചെയ്യാത്ത കാര്യങ്ങൾക്കെതിരെ നിന്നെക്കുറിച്ച് ദോഷം പറഞ്ഞ് നീ അത് ചെയ്തുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ, ഇനിയും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ അപകീർത്തിപ്പെടുത്തി അപമാനം നിനക്കെതിരെ പറഞ്ഞ് പരത്തുമ്പോ, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോ, നിന്റെ ഭർത്താവിനോട് നിന്നെ കുറിച്ച് കുറ്റം പറയുമ്പോ, നിന്റെ ഭാര്യയെ കുറിച്ച് നിന്നോട് കുറ്റം പറയുമ്പോ, നിന്നെ കുറിച്ച് നീ അറിയാത്ത, നീ കേൾക്കാത്ത കാര്യങ്ങൾ, നിരൂപിക്കാത്ത കാര്യങ്ങൾ നിന്നെ കുറിച്ച് നിരൂപണത്തോടെ ഉണ്ടാക്കിയെടുത്ത് കൂട്ടം കൂടി 1, 2, 3 പേര് നടത്തി, ഗൂഢാലോചന നടത്തി നിനക്കെതിരെ അത് ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കി പറയാം, നീ അതിനെ പ്രൂവ് ചെയ്യാൻ പോകണ്ടെന്ന്. നിന്റെ നീതി പ്രൂവ് ചെയ്യാൻ നീ പോകണ്ടെന്ന്. ഈ വചനം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നിന്റെ നീതി പ്രൂവ് ചെയ്യാൻ നീ പോകണ്ട. ഹന്നയ്ക്ക് നീതി പ്രൂവ് ചെയ്യാം, പക്ഷെ ഹന്ന നീതി പ്രൂവ് ചെയ്യാൻ പോയില്ല. ജോസഫിന് നീതി പ്രൂവ് ചെയ്യണം, പക്ഷെ പ്രൂവ് ചെയ്യാൻ ഒരു ഇടമില്ല. അതിനുള്ള ആൾബലമോ സപ്പോർട്ടും ജോസഫിനില്ല. ദാനിയേൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, രേഖ വിരോധമായിരിക്കുകയാ. പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് കാരണമില്ലാതെ പിടിക്കപ്പെട്ടിരിക്കുക. ആരോടും പ്രൂവ് ചെയ്യാൻ ഇടമില്ല, പക്ഷേ ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് അത് ആരോടും പ്രൂവ് ചെയ്യാതെ പുറത്തിറക്കിക്കൊണ്ടുവരിക. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ. നിനക്ക് ചെയ്യാൻ പ്രാപ്തിയുണ്ട്, എന്നിട്ടും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, നിന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. ഹല്ലേലൂയ. ദോഷം, അതെ, ഇവിടെ ആ പത്രോസ് അപ്പോസ്തലൻ മറ്റൊരു ഭാഗത്ത് 2:23 പറയുന്നുണ്ട് ഈ വചനം. ന്യായമായി വിധിക്കുന്നവന്റെ പക്കലേക്ക് കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ യേശു കർത്താവ് ഫലമേൽപ്പിച്ചു. ഇത് നമുക്കും മാതൃകയാ. ഒരു ക്രൂശിലെ കള്ളൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്കാം. പക്ഷേ കള്ളൻ മറു സൈഡിൽ നിന്ന് അവൻ കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു, നാമോ കുറ്റം ചെയ്തിട്ട് ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. എന്നിട്ട് ഒരു വാചകം പറഞ്ഞു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഉടൻ മറുപടി വന്നു, ക്രൂശിൽ കിടക്കുന്ന കർത്താവ് പറഞ്ഞു, ഇന്ന് രാജത്വം പ്രാപിച്ചെന്ന് വരുമെന്നല്ല കുഞ്ഞെ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. മറ്റേ കള്ളൻ പറയുമ്പോ അവനോട് പറയാമായിരുന്നു, ആ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിന് പറയാമായിരുന്നു, 24 മണിക്കൂറിനകം ഞാൻ തെളിയിച്ചു തരാം നീ എവിടെ പോകുമെന്ന്, ഞാൻ രാജാവാണോ അല്ലയോ എന്ന്, നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ കള്ളനോട് പറയാമായിരുന്നു. പക്ഷെ യേശു പറഞ്ഞില്ല. അവിടെയാ ഈ വചനത്തിന്റെ പ്രസക്തി, അവിടെയാ ഈ വാക്കിന്റെ പ്രസക്തി. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, അതെ, ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ ഫലമേൽപ്പിച്ചു. നമ്മൾ വായിച്ച വചനം എന്താണെന്നറിയാമോ? ആ വചനം ശ്രദ്ധിച്ചേ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ഇല്ലാതെ, ദോഷം പറയുമ്പോ തിരിച്ചു ദോഷം പറയാതെ, ശകാരിച്ചപ്പോ തിരിച്ചു ശകാരിക്കാതെ,
കർത്താവ് ഒരു മാതൃക കാണിച്ചു. അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിപ്പീൻ. ഇത് നമ്മുടെ കർത്താവ് തന്ന മാതൃകയാ. ഇതൊന്ന് ശ്രമിച്ചേ. അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഈ വചനം കേൾക്കുമ്പോൾ പലർക്കുമുള്ള ഒരു മറുപടിയാകുന്നു. എന്തു ചെയ്യണമെന്ന് നോക്കി നിൽക്കുന്നവർക്ക് ഉത്തരമായി മാറുന്നു. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരിക്കാതെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അത് ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ട്. നീയോ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ കൊടുക്ക. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളപ്പെടുന്നവരായി ചില തീരുമാനങ്ങൾ എടുക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ അതിന്റെ മുൻപിൽ കർത്താവിനെ ഫലമേൽപ്പിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുവാൻ ദൈവമിടയാക്കുന്നതിനായി സ്തോത്രം. അവന്റെ പക്കൽ നീതിയും സമാധാനവും ഉത്തരവും ഉണ്ടല്ലോ. കർത്താവിന്റെ പക്കൽ നിന്ന് സമാധാനം പ്രാപിപ്പാൻ, കർത്താവിന്റെ പക്കൽ ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ നിന്ന് നീതി ലഭിക്കുവാൻ, സദേ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന രാഗം കൊണ്ട് അനുഗ്രഹിക്കുവാൻ, പ്രാർത്ഥനയിൽ ജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ലൈഫിനെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് കാണും വരെ ആ ദൈവകൃപയ്ക്കുള്ളിൽ തന്നെ മറയപ്പെടാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.